ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ. രണ്ടാം ഘട്ടം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്ക അറിയിച്ചു. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ് പ്രഖ്യാപനം നടത്തിയത്. കരാർ നടപ്പിലാക്കാൻ ഹമാസ് സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിറ്റ്കോഫ് പറഞ്ഞു. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ ആദ്യഘട്ട നിരായുധീകരണം, ഗാസ പുനർനിർമ്മാണം എന്നിവയാകും രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുക. ഇടക്കാല സമാധാന ഭരണ സമിതിയുടെ ആദ്യ യോഗം അടുത്തയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ സ്വിറ്റ്സർലൻഡിലെ ദവോസിൽ ചേരും. നിക്കോളായ് മ്ലഥനോവ് സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന സമിതിക്ക് ഹമാസും ഇസ്രയേലും പിന്തുണ അറിയിച്ചതായാണ് വിവരം. കെയ്റോയിൽ ചേർന്ന പലസ്തീൻ കൂട്ടായ്മയുടെ യോഗം രണ്ടാം ഘട്ട വെടിനിർത്തലിന് പിന്തുണ അർപ്പിച്ചു. ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് യോഗം ചേർന്നത്. ഇസ്രയേൽ സൈന്യം പിന്മാറണമെന്നും ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം എത്തിക്കണമെന്നും പലസ്തീൻ കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് അമേരിക്ക നന്ദി അറിയിച്ചു. രണ്ടാം ഘട്ട വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത ഇസ്രയേൽ അവസാന ബന്ദിയുടെ മൃതദേഹം കൈമാറിയില്ലെങ്കിൽ തുടർ നടപടികളുമായി സഹകരിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നെങ്കിലും റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ നിരവധി തവണ ആക്രമണം നടത്തിയിരുന്നു. 1200-ലേറെ തവണയാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 450-ലേറെ പേരാണ് ഈ കാലയളവിൽ മാത്രം കൊല്ലപ്പെട്ടത്. 1250-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഗാസയിൽ ഇതുവരെ 71,500-ലേറെ പേർ കൊല്ലപ്പെടുകയും 1,71,324 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കനത്തതിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സയൻ രാജ്യത്തിന്റെ അതിർത്തി വിട്ടതായി വിവരം. ഇറാന്റെ ഭാഗത്തുനിന്നും ഏത് സമയവും ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഭയന്നാണ് വിമാനം മാറിയത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം മുൻപും വിങ് ഓഫ് സയൻ ഇസ്രയേൽ വ്യോമാതിർത്തി വിട്ടിട്ടുണ്ട്. വിങ് ഓഫ് സയൻ ബുധനാഴ്ച നെവാഡിയം എയർഫോഴ്സ് ബേസിൽ നിന്ന് മെഡിറ്ററേനിയന് മുകളിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്തുവെന്നും ഗ്രീസിലെ ക്രെറ്റയിൽ ഇറങ്ങി എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഹായങ്ങൾ വരുന്നുണ്ടെന്നും പ്രക്ഷോഭകരുടെ പ്രതിഷേധം തുടരാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ തങ്ങളുടെ ഔദ്യോഗിക വിമാനം സുരക്ഷിതമായി മാറ്റിയത്. മുൻപ് ഇറാനുമായി ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആക്രമണത്തിന് മുൻപായി വിങ് ഓഫ് സയൻ ഇസ്രയേലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വിമാനം ഇസ്രയേൽ വിട്ടത് വിമാനത്തിന്റെ പതിവ് പരിശീലന പറക്കലിന്റെ ഭാഗമായാണെന്നും അല്ലാതെ ഇറാനുമായി ബന്ധപ്പെട്ടല്ലെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പബ്ലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ ഓഫീസർ, വാർ റൂം, സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിങ് ഓഫ് സയൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും വേണ്ടിയുള്ള പ്രധാന വ്യോമഗതാഗത സംവിധാനമാണ്. ബീർ ഷെബയ്ക്ക് സമീപമുള്ള നെവാഡിമിൽ നിന്നുണ്ടായ വിമാനത്തിന്റെ അപ്രതീക്ഷിതമായ പുറപ്പെടൽ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി ഭീഷണികൾക്ക് ശേഷം മേഖലയിലുടനീളം വർദ്ധിച്ച സൈനിക സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ വിവരമൊന്നും ലഭ്യമല്ല. ഇതിനു മുൻപും ബോയിങ് 767 വിമാനം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇസ്രയേലിന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട്. എയർഫോഴ്സ് 1 തുല്യമായ ഈ വിമാനത്തെ ഇറാനിയൻ ദീർഘദൂര മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. 2025 ജൂൺ 13 ഇറാനിയൻ ആണവ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം വിമാനം ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. 2024 ഏപ്രിൽ 13 ഇറാൻ നടത്തിയ വലിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മുൻപായും വിമാനം ഇസ്രയേലിന്റെ വ്യോമാതിർത്തി വിട്ടിരുന്നു. അന്ന് വിമാനം പറന്നുയർന്ന നെവാഡിയം എയർബേസ് ഇറാൻ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.